നമ്മൾ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന 3 രുചിയിലുള്ള സ്നാക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്വീറ്റ് ബ്രെഡ് കോൺ റെഡിയാക്കാനായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ആണ് ചേർക്കാനുള്ളത്. കാഷ്യൂ നട്ട്സ് 1-2 ടേബിൾ സ്പൂൺ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചേർക്കുന്ന സമയത്ത് ഒന്ന് ചെറുതാക്കി മുറിച്ചിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാഷ്യൂ ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നങ്ങ് ചൂടാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉന്നക്കായ്ക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ഏകദേശം അതേ ഒരു ഫില്ലിംഗ് തന്നെയാണ്. തേങ്ങ ചേർത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ട് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തേങ്ങ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ടേസ്റ്റ്, ഒരുപാട് ഡ്രൈ ആവാതെ. അപ്പോൾ ഒരു കൂടുതൽ സമയം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പഞ്ചസാര ചേർത്ത് ഒന്നങ്ങ് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള കോൺ റെഡിയാക്കാനായിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി രണ്ടാമത്തെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏകദേശം ഷവർമയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന ഫില്ലിംഗ് ആണ്. അതിനായിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ ക്യാബേജ് ചെറുതായി മുറിച്ചെടുത്തത്, ഒരു 2 ടേബിൾ സ്പൂൺ കുക്കുംബർ ചെറുതായി മുറിച്ചെടുത്തത്, 1-2 ടേബിൾ സ്പൂൺ തക്കാളി എടുക്കുന്ന സമയത്ത് അതിൻ്റെ കുരു കളഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ 1-2 ടേബിൾ സ്പൂൺ വലിയുള്ളി ചെറുതായി മുറിച്ചതും, ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ഒന്നും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടുതലായി പോകണ്ട, കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് മയണൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വേവിച്ചിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ട് പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1-2 ടേബിൾ സ്പൂൺ മയണൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗാർലിക് സോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതായാലും മതിയാകും. മയണൈസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ രീതിയിലുള്ള ഫില്ലിങ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മൂന്നാമത്തെ ഫില്ലിങ്ങും ഒരു സ്പൈസി വേർഷൻ തന്നെയാണ്. സാധാരണ നമ്മൾ ചിക്കൻ റോളിനൊക്കെ ചെയ്യുന്ന ആ ഒരു സ്പൈസി ആയിട്ടുള്ള മസാല. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കിയിട്ടുള്ളത്. ബീഫ് ഉപയോഗിച്ചിട്ടോ ചെമ്മീൻ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫില്ലിങ് ചെയ്തെടുക്കാം. ഇപ്പം ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുന്നത് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രെഡ് റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിൽ നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 3 ഫില്ലിങ്ങും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ആദ്യത്തെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലുള്ളത്, പിന്നെ സ്വീറ്റ്, അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ചിക്കൻ റോളിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന നാടൻ ഫില്ലിങ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ മസാല ഉള്ളത് അതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കുക. എടുക്കുന്ന സമയത്ത് അതിൻ്റെ 4 ഭാഗം ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബ്രെഡിനെ കോൺ ഷേപ്പിലേക്കാക്കി മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. ഏകദേശം നമുക്ക് ഒന്ന് കൈ വെച്ചിട്ട് എടുത്ത് ജസ്റ്റ് ആ ഒരു ബ്രെഡിലൊന്ന് ഒട്ടിച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു മൈദയാക്കി എടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്ത് വെക്കുക. നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ്, ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോള് വെച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ബ്രെഡ് എടുക്കുന്ന സമയത്ത് സാൻഡ്വിച്ച് ബ്രെഡൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് കൂടുതലായിട്ടും എടുക്കാത്തതായിരിക്കും നല്ലത്. 2 ഭാഗവും നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കുക. ഇതുപോലെ അങ്ങ് പരത്തിയെടുത്താൽ മതി. ഈ പരത്തിയെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മൈദ കുറച്ചങ്ങ് വെച്ച് കൊടുക്കണം. കൈ വെച്ചിട്ട് തേച്ചാലും മതി. ജസ്റ്റ് ഒന്നങ്ങ് മൊത്തത്തിലങ്ങ് ആക്കി കൊടുക്കാം. ഇനി ഈ ബ്രെഡിനെ കോൺ ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ മൈദ വെച്ചിട്ടുള്ള ഭാഗം ഇങ്ങോട്ട് നേരെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ലൊരു കോൺ ഷേപ്പിലുള്ള ബ്രെഡായിട്ട് കിട്ടും. വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വിരൽ വെച്ച് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ബ്രെഡിൻ്റെ കോൺ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം.
ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ബ്രെഡൊക്കെ ഇതുപോലെ കോൺ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു ബ്രെഡ് ഇതിനൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം സ്പൈസി വേർഷനാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു എരിവിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ള എള്ള് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇട്ടാൽ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സാധാരണ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതിയാകും. കൂടുതലൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. പാലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു ടേബിൾ സ്പൂൺ മല്ലിയില നല്ല ചെറുതായി മുറിച്ചതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രെഡ് കോണിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമില്ല, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ബ്രെഡ് വാട്ടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. സാധാരണ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ ചെയ്താൽ ബ്രെഡ് വാട്ടിയെടുക്കുന്നുണ്ടല്ലോ, അതുപോലെയാണ് ചെയ്യുന്നത്. റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഒരു കോൺ എടുക്കുക. ഈ ഒരു മുട്ട പാലിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള ഈ ഒരു ഓയിലിലേക്ക് വെച്ച് കൊടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് കരിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. സ്പൈസി ബ്രെഡ് കോൺ റെഡിയാക്കാനായിട്ടുള്ള ബ്രെഡ് എല്ലാം തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് തട്ടി കൊടുത്താൽ മതിയാവും. ഇനി ഒട്ടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വിട്ടു പോകുന്നില്ല കേട്ടോ, കറക്റ്റ് പെർഫെക്ഷനിൽ തന്നെ നിൽക്കും നമുക്കിന്. ആദ്യം അപ്പോൾ സ്പൈസി ആയിട്ടുള്ള മസാല ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പ് ആദ്യം ആക്കി കൊടുക്കാം. ഒരു ഇത്തിരി ആക്കിയതിന് ശേഷം സ്പൂൺ വെച്ച് മൊത്തത്തിലങ്ങ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഷവർമ ടേസ്റ്റ് വരുന്ന ആ ഒരു ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഷവർമ ഫില്ലിംഗ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണോ ഇത് ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത് ആ ഒരു സമയത്ത് ആക്കിയാൽ മതി കേട്ടോ. ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ, കുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മുൻപേ ഈ ഒരു ഫില്ലിംഗ് റെഡിയാക്കി വെക്കരുത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും, ഉള്ളിയുടെയൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ ഇതുപോലെയാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. അത്യാവശ്യം പുറത്തേക്കൊന്നും പോകാത്ത രീതിയിൽ ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഭംഗിക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ഇത്തിരി ആക്കി കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഷവർമ ബ്രെഡ് കോൺ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോളിൻ്റെ ഫില്ലിംഗ് ആണ് ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആദ്യം ചെയ്ത പോലെ തന്നെ ഉൾഭാഗത്ത് ആക്കി കൊടുക്കാം. ഇതൊരു 2-3 ടീസ്പൂൺ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് നിറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ രണ്ടാമത്തെ രീതിയിലുള്ള ബ്രെഡ് കോൺ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി തേങ്ങയുടെ ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് വേർഷൻ റെഡിയാക്കാനായിട്ട് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 നുള്ളു ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മിക്സിംഗ് ആണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, മഞ്ഞൾപ്പൊടി കൂടി പോകണ്ട. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെള്ള എള്ള് ഉണ്ടെങ്കിൽ കഴിക്കാൻ ടേസ്റ്റുമാണ്, പിന്നെ കാണുന്ന സമയത്ത് ഒരു ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പശുവിൻ പാൽ കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതായാലും മതിയാകും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ആദ്യം ചെയ്തതുപോലെ തന്നെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ചെയ്യുന്ന സമയത്ത് നെയ്യാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കൂടും. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ കോണ് ഈ ഒരു മുട്ട പഞ്ചസാര മിക്സിൽ മുക്കിയിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ നെയ്യിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് അടുത്ത ഭാഗം തിരിച്ചു കൊടുക്കുക. 2 ഭാഗം റെഡി ആകുമ്പോൾ പാനിൽ നിന്ന് മാറ്റാം. കൂടുതലായിട്ടൊന്നും പറയാനില്ല, അതാണ് ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത്. ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ ഫില്ലിങ് ഒരു 2-3 ടീസ്പൂൺ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ഒന്നങ്ങ് നിറച്ച് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്.
ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ തേങ്ങയുടെ ഫില്ലിംഗ് ആവുന്ന സമയത്ത് സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ താഴേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് കളയാനാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കേക്കൊക്കെ അലങ്കരിക്കാൻ വേണ്ടി എടുക്കുന്ന സ്പ്രിങ്കിൾസ് ആണ്. ഇത് ഒരു നിർബന്ധമില്ല, ഞാൻ ഫോട്ടോയിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇടുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 3 രുചിയിലുള്ള ബ്രെഡ് കോൺ റെഡി ആയിട്ടുണ്ട്. ഷവർമയുടെ ടേസ്റ്റിലുള്ളതും നാടൻ രുചിയിലുള്ള ചിക്കൻ റോളിൻ്റെ ടേസ്റ്റിലുള്ളതും അതുപോലെ തന്നെ നല്ല മധുരത്തിൻ്റെ ടേസ്റ്റിലുള്ളതുമായിട്ടുള്ള റോള് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്ന സമയത്ത് കുറച്ച് ലോങ് പ്രോസസ്സ് ആണെന്ന് തോന്നും. 3 രീതിയിൽ കാണിച്ചതുകൊണ്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഫില്ലിങ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. പിന്നെ വളരെ കുറഞ്ഞ ഓയിലും മതിയാക്കും. അപ്പോൾ ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്ക് നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇനി ഒരു 1.5 മാസം നമ്മൾ നാട്ടിലേക്ക് വെക്കേഷനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോസൊന്നും കാര്യമായിട്ട് ഫദ്വാസ് കിച്ചൻ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ തരാൻ വേണ്ടി ഞാൻ ലേറ്റ് ആവുന്നുണ്ട്, നോമ്പായതുകൊണ്ടും അതുപോലെ തന്നെ നാട്ടിൽ പോകുന്ന കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. എന്തായാലും ഉടനെ തന്നെ എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. Thank you.